ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് പ്ലസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 37 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ അഖിൽമാരാരോ, സെറീന, അഭിഷേക് ഇവർ മറ്റേ ഹൗസിൽ പ്രവേശിക്കുന്നതും അവരുടെ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീക്ക്ലി ടാസ്ക് കൊടുത്തതാണ്. അപ്പോൾ അതാണ് മെയിൻലി ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് പോകുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഡാൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഖിൽമാരാർ കൺഫെഷൻ റൂമിലോട്ട് എത്തുന്നു. ഇപ്പോൾ ബിഗ് ബോസുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇത് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നൽകിയ പ്ലാറ്റ്ഫോമാണെന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഒരു ടാസ്ക് ലെറ്റർ കൊടുത്തിട്ട് അത് അവിടെ വായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ലിവിംഗ് റൂമിൽ എല്ലാവരും വിളിച്ച് ബിഗ് ബോസ് ഇരുത്തുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങളുടെ വീക്ക്ലി ടാസ്ക്കാണ്, ആ ടാസ്കിൻ്റെ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് നിങ്ങളെല്ലാം ഒരാൾ വരുമെന്ന്. അങ്ങനെ കൺഫെഷൻ റൂം വഴി അഖിൽമാരാർ പ്രവേശിക്കുന്നു. അപ്പം ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി ഇപ്പം ബിഗ് ബോസ് അഖിൽമാരെ വെൽക്കം ചെയ്യുന്നു. എന്നിട്ട് ലതാവതിയൊക്കെ പറയുന്നു. അപ്പം ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ടാസ്ക് ലെറ്റർ അഖിൽ പറയുന്നുണ്ട് നിങ്ങളെപ്പോഴും ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ അത് ഹിൻസ് നോക്കണം, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കണം. അപ്പം ടാസ്ക് എന്ന് പറയുന്നത് ന്യൂദില ചെരുപ്പ് കമ്പനി, ചെരുപ്പ് ഫാക്ടറി ഉണ്ട്, അവിടുത്തെ ഓണറാണ് നൂറ. അപ്പോൾ അവിടുത്തെ ജോലിക്കാരുണ്ട്. ആ ജോലിക്കാർ ഇപ്പം ഇവർക്ക് ഓർഡർ കൊടുക്കും. ഓർഡറിൻ്റെ ബേസ് ചെയ്തിട്ട് ഇവർ ഒറ്റ സമയത്ത് കറക്റ്റായിട്ടുള്ള ഷേപ്പിലും നമ്മുടെ ചെരുപ്പുണ്ടാക്കണം. അപ്പോൾ നൂറയാണ് ഓണർ, അപ്പം ജിഷിനാണ് അസിസ്റ്റൻ്റ്. അപ്പം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ബാക്കി മാനേജ് ചെയ്യുന്നതൊക്കെ ജിഷിനാണ്. അതുപോലെ അക്ബറുണ്ട്. അക്ബർ എന്ന് പറയുന്നത് യൂണിയൻ തൊഴിലാളിയാണ്, യൂണിയൻ്റെ ലീഡറാണ്. ബാക്കിയുള്ളവർ തൊഴിലാളികളും, ബാക്കി 6 പേരുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിനകത്തിലെ ബ്ലാക്കും ഗോൾഡും കോയിൻസിന് നൂറയ്ക്ക് കൊടുക്കും. അപ്പം നൂറയുടെ സ്വന്തം ഇഷ്ടപ്രകാരം നല്ലതായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിൻസ്, തൃപ്തി അല്ലെങ്കിൽ ബ്ലാക്ക് കോയിൻസ് കൊടുക്കും. ബ്ലാക്ക് കോയിൻസ് കിട്ടിയാലുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് കിട്ടിയാൽ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരും. ഇതെല്ലാം നൂറയുടെ സ്വന്തം ഡിസിഷൻ അനുസരിച്ചാണ് പോകുന്നത്. പിന്നെ വേറൊന്നുള്ളത് നൂറ ഇപ്പം കാണുമ്പോഴും സല്യൂട്ട് ചെയ്യണം. പിന്നെ തൊഴിലാളികളായിട്ടുള്ളത് ഷാനവാസ്, ആദില, ബിന്നി, ഒനീൽ, അഭിലാഷ്, മസ്താനി, ലക്ഷ്മി, ഇത്രയും പേരാണ് യൂണിയൻ ലീഡേഴ്സായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ടാസ്ക് ലെറ്ററൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് അഖിൽ ഫിലിമിനെ പറ്റി പറയും. മിഡ് നൈറ്റ് അറ്റ് മുള്ളങ്കല്ലി എന്നാണ് സിനിമയുടെ പേര്. അത് കഴിഞ്ഞിട്ട് പറയും എൻ്റെ കൂടെയുള്ള ആൾക്കാരും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സെറീനയും അഭിഷേകും ഫ്രണ്ട് ഗേറ്റിൽ കൂടെ എൻട്രി ചെയ്യും. ഈ ലക്ഷ്മി, നമ്മുടെ വേദലക്ഷ്മി ഉണ്ടല്ലോ ഇപ്പം ബിഗ് ബോസിലുള്ള പുള്ളിക്കാരിയും ഇവർ കൂടെ അഭിനയിക്കുന്നതാണ്. അപ്പം ഒനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഒരു ട്രെയിലർ കാണുന്നു എല്ലാവരും കൂടെ ഇരുന്നിട്ട്. കഴിഞ്ഞിട്ട് ഒരു അഖിലാണെങ്കിൽ ഫിലിമിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അങ്ങനെ ഫിലിമിനെ പറ്റി അവർക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ സെറീന അഭിഷേകും ഒക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് അവരൊരു ഡ്രീമായിരുന്നു ആ സിനിമയെ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് അതിനുള്ള നന്ദിയൊക്കെ അഖിലും എല്ലാം സെറീനയും അഭിഷേകും പറയുന്നു. ലാസ്റ്റ് അവർക്ക് പോകാനുള്ള സമയം അവർ തിരിച്ച് പോകുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് അവർ ടീം മെമ്പേഴ്സൊക്കെ നമ്മുടെ ടാസ്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. നൂറയും ജിഷിനും ഓരോ തൊഴിലാളികളെ പറ്റിയും അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നൂറയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നു. അപ്പം ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയാണ് ഈ കറക്റ്റ് ഓർഡർ കിട്ടുന്നത് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. കറക്റ്റ് ടൈം എന്നുള്ളത് ബിഗ് ബോസ് എപ്പോഴാണെന്ന് പറയത്തില്ല. പക്ഷേ കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറയ്ക്കുള്ള 2 സൂപ്പർ പവേഴ്സ് കഴിഞ്ഞ വീക്കിൽ കിട്ടിയില്ലേ, ആ 2 സൂപ്പർ പവേഴ്സിൽ ഒന്ന് ലോസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണമെന്ന് നൂറയോട് പറയുന്നു. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 50 ചപ്പൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോർ റൂമിൽ വഴി ബ്ലാക്കും ഗോൾഡ് കോയിനും നൂറയ്ക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് യൂണിഫോം വരുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് യൂണിഫോം ഉണ്ട്, അത് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ആണെങ്കിലും മറ്റേ അനീഷ ആണെന്നുണ്ടെങ്കിൽ നൂറയുടെ അടുത്ത് വന്ന് മറ്റേ സുഖിപ്പിക്കുന്നുണ്ട്. 2025 US സംരംഭയാണ് ജോലി ചോദിച്ച് വന്നിരിക്കുന്നത്. അനീഷൊന്നും ഈ ടീമിലുള്ളല്ലോ, ജോലി ചോദിച്ച് വന്നിരിക്കുന്നത്. അനു പ്രവീൺ കപ്പിളാണ് പറഞ്ഞ 2 കുട്ടികളുടെ കൈക്കുഞ്ഞുണ്ട്, പ്ലാച്ചിയൊക്കെ വെച്ചിട്ട് അവരും വന്നിട്ട് ജോലി ചോദിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ വന്ന് നൂറയെ കാണുന്നു. നൂറ് എന്നിട്ട് നമ്മുടെ ടീമിലുള്ള വർക്കേഴ്സിനെ എല്ലാം കൂടെ കൂട്ടി അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ജിഷിനാണല്ലോ അസിസ്റ്റൻറ്റ്, ജിഷിനെ എടുത്ത് പറയണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റെന അവിടെ നിന്നിട്ട് മറ്റേ കുറച്ച് അലമ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കി. റെനെ ഇപ്പം ഈ ടീമിലില്ലല്ലോ. അപ്പോൾ റെനെ ജിഷിനിങ്ങനെ കസേരയോട് പൊക്കിയെടുത്തോണ്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ഫാക്ടറി സൈറൻ കേൾക്കുന്നു. അപ്പോൾ എല്ലാവരും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അക്ബർ നൂറയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചായിട്ട് എടുക്കണം.
അപ്പോൾ നൂറ് പറയുന്നുണ്ട് അക്ബർ പണിയെടുക്കണം. അപ്പോൾ അക്ബർ പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യും, യൂണിയൻ വർക്ക് ഞാൻ കോർഡിനേറ്റ് ചെയ്യും. അത് മാത്രമല്ല 2 മെഷീനേ ഉള്ളൂ, എല്ലാവർക്കും കൂടെ എന്നിട്ട് അതിനോട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് പിന്നെ അക്ബർ ജിഷിനും അക്ബറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് അക്ബറിനെതിരെ പലരും വന്ന് കംപ്ലയിൻറ്റ് ചെയ്യണം. ജിഷൻ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മസ്താനി വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് അക്ബർ പണിയെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന്. അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാം അക്ബർ പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിഷൻ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല നൂറയോട് ഡിസ്കസ് ചെയ്യുന്നു ജിഷിന് അക്ബർ പണിയെടുക്കുന്നില്ല. അപ്പോൾ നൂറ് പറഞ്ഞാൽ ശരി നമുക്ക് യൂണിയൻ ലീഡറിനെ മാറ്റാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജിഷിനോട് പോയി അനൗൺസ് ചെയ്യാൻ പറയും. അപ്പോൾ ജിഷിനോട് പോയി പറയുമ്പോൾ യൂണിയൻ ലീഡറിനെ മാറ്റുന്നതെന്ന് പറയുമ്പോൾ അക്ബർ പറയും അതിനെ എതിർക്കുന്നുണ്ട്. അതായത് യൂണിയൻ ഇലക്ഷൻ ഇല്ലാതെ അങ്ങനെ യൂണിയൻ ലീഡറിനെ ഒന്നും അങ്ങനെ മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. എന്തായാലും അവർ നമ്മുടെ 50 ചപ്പൽസ് ക്വാളിറ്റി ചെക്ക് കംപ്ലീറ്റ് ചെയ്തു, ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് ക്വാളിറ്റി ചെക്കിന് വിടുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അവർ വിജയിച്ചു. അപ്പോൾ എന്നിട്ട് നൂറയാണെന്നുണ്ടെങ്കിൽ കോയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നൂറ ബിന്നിക്ക് അത് ഒരു ഗോൾഡ് കോയിൻ, അത് ബിന്നി നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. അക്ബറും ജിഷിനും കോയിൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറി, അതുകൊണ്ട് അവർക്ക് കോയിൻ കൊടുക്കില്ല എന്ന് നൂറ പറയുന്നുണ്ട്. അത് എന്നിട്ട് മസ്താനിക്കാണെങ്കിൽ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്, അഭിലാഷിന് കൊടുക്കുന്നുണ്ട് ഗോൾഡ് കോയിന്. അത് കഴിഞ്ഞിട്ട് ഒനിയിലും ഷാനവാസിനും. അപ്പോൾ അന്നേരം ഒനിയിലൊക്കെ പറഞ്ഞു ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്താണ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറയും. അപ്പോൾ ഒനിയിലും ഷാനവാസിനും ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അപ്പോൾ ആദിലയും ലക്ഷ്മിയോടെ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് അവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിട്ടാത്തത് അക്ബറിനാണ്. പിന്നെ ആദിലെ നൂറിങ്ങനെ അതിനെപ്പറ്റി ഇത് ഒരു ചെറിയ ഒരു ക്ലാഷ് പോലെ സംസാരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലേക്കും ലക്ഷ്മിക്ക് ഏറ്റവും ലാസ്റ്റിൽ കുറേ നേരം ആലോചിച്ച് കഴിഞ്ഞിട്ടൊക്കെ നൂറ് കൊടുത്തത്. അപ്പോൾ അതെന്താ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? അപ്പോൾ അന്നേരം നൂറ് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിഷൻ അവിടെ നിന്നിട്ട് ജിഷൻ വരുന്നു. ജിഷൻ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, ഞാൻ വഴക്കുണ്ടാക്കും, ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് മറ്റുള്ള അവരുടെ അടുത്ത് പുറകെ പോയി ഇവിടെ അടുത്ത് പോയി എന്നിട്ട് നിങ്ങൾ ഞാൻ ഡിസർവ് ചെയ്യാണ്, എന്നിട്ട് എനിക്ക് കോയിൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ജിഷൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പം ഇവരെല്ലാം സമയം കളഞ്ഞു. അപ്പം നൂറ പറയുന്നുണ്ട് ജിഷിനും അക്ബറും കൂടെ സമയം കളഞ്ഞു. അപ്പോൾ അക്ബർ അതിനകത്ത് കയറി പിടിച്ചു, ഞാൻ അംഗീകരിച്ചെടുത്തത് ഞാൻ സമയം കളഞ്ഞിട്ടില്ല, പോയിട്ട് ഞാൻ കാരണം സമയം പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ജിഷിന് വഴക്കുണ്ടാക്കി ജിഷിന് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട്. പിന്നെ നൂറെ അക്ബറും കൂടെ മറ്റേ സമയം ഞാൻ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അക്ബർ പറഞ്ഞു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. അത് പിന്നെ ലക്ഷ്മി അക്ബറിലേക്ക് പോയി. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ജോലി തടച്ചപ്പോഴേ അക്ബർ ചുമ്മാ അവിടെ കിടന്ന് നനച്ചിട്ട് അപ്പോൾ ഈ അക്ബർ അന്ന് ദേഷ്യപ്പെട്ടു. അപ്പോൾ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ അനാവശ്യം പറഞ്ഞാൽ അക്ബറെ എന്നെ ഇത് ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അതിനേക്കാളും അത് കഴിഞ്ഞിട്ടൊരു ഡയലോഗ് പറഞ്ഞു. അതൊരു വൃത്തിയുടെ ഡയലോഗാണ്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാനൊന്നും ഇവളുമാർക്ക് പറ്റില്ല, ആദിലെന്ന് പറയാം, അതിന് സപ്പോർട്ട് നിന്നിട്ട് നിൻ്റെ ഒന്നും വീട്ടിൽ കയറ്റാത്തവന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ അവർക്കൊന്നും കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കാരണം ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല അവർ. കാരണം ആ ഈ ഒരു വഴക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയതുകൊണ്ട് അത് അവർ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മിക്കവാറും ലാലേട്ടൻ വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിനെപ്പറ്റി ഒരു ഡിസ്കഷനൊന്നും വന്നില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു അടി അവിടെ തീർന്നു. പിന്നെ കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിൽ വരുന്നു. പിന്നെ എത്ര കോയിൻസ് ബാക്കിയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ 2 ബ്ലാക്കും 2 ഗോൾഡ് റിമൈനിങ് ഉണ്ടെന്ന് നൂറ പറയും. അപ്പോൾ ബിഗ് ബോസ് പറയും ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഒരു റൗണ്ട് കയ്യിലുള്ള കോയിൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂം വഴി സ്റ്റോറൂമിൽ കൊണ്ടുവന്ന് തിരികെ വെക്കാമെന്ന്. അപ്പം നൂറ പറയും ഇല്ല ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, സ്റ്റോറൂമിൽ വെക്കുമെന്ന് പറയും. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബി സർക്കസാണ്. ബി സർക്കസിലാണെന്ന്, അതായത് ബി സർക്കസ് എന്ന് പറഞ്ഞ ടാസ്ക്, അതായത് നമ്മുടെ തൊഴിലാളികളല്ലാത്ത ബാക്കി 6 പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഉള്ളതാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ തൊഴിലാളികളെ വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ അവരെ രസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബി സർക്കസിലുള്ളത് ചെയ്യുന്നത്. അപ്പോൾ 6 പേര് ഡിഫറെൻറ്റ് ആനിമൽസായിട്ടാണ് അവിടെ വരേണ്ടത്. അപ്പം ഈ തൊഴിലാളികൾക്ക് ഗോൾഡ് കോയിൻ ഇവർക്ക് വേണ്ടി ടിപ്പായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തിൽ അനീഷാണ് റിംഗ് മാസ്റ്റർ. ഇവരെ മൃഗങ്ങളെയൊക്കെ ഇത് ചെയ്യുന്നത് റിംഗ് മാസ്റ്റർ അനീഷാണ്. സാവുമാനാണ് അനീഷിൻ്റെ അസിസ്റ്റൻറ്റ്. അനീഷ് എന്നിട്ട് കടന്നു വരും സർക്കസിന് വരുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഈ തൊഴിലാളികളെല്ലാം വന്നിരിക്കുന്നു. അപ്പം ഓരോ മൃഗങ്ങളെയായിട്ട് പരിചയപ്പെടുത്തു. അനിമോളാണ് ആടായിട്ടുള്ളത്. ആടിൻ്റെ ഒരു മാസ്കൊക്കെ തല വെച്ചിട്ട് ആണ്. അപ്പോൾ സ്വീറ്റി ആടെന്നാണ് അനിമളുടെ പേര്. അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അനിമോൾ എന്നിട്ട് മറ്റേ നമ്മുടെ ഹിപ്പി വെച്ചിട്ടുള്ള ഇത് ചെയ്യില്ലേ, എന്താ പറയുന്നത്, സർക്കിൾ പോലുള്ള സാധനം വെച്ചിട്ട് ചെയ്യില്ലേ, അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കഴുതയായിട്ടാണ്. പ്രവീൺ കഴുത. അത് കഴിഞ്ഞിട്ട് കഴുത വന്നിട്ട് മറ്റേ ഭാരം ചുമക്കുന്ന പോലെയൊക്കെ സഞ്ചിക്കൊക്കെ പുറത്തൊക്കെ തൂക്കി വെച്ചിട്ട് പോകുന്ന പോലെ പോകുന്നു. പിന്നെ വന്ന് ആര്യനായ അവർ ഇറങ്ങി കിടപ്പുറത്തോട്ട് വെക്കുന്നു. എന്നിട്ട് ബോൾ എറിഞ്ഞ് കൊടുക്കുമ്പോൾ കടിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആര്യനായായിട്ടാണ്. പിന്നെ ജിസേൽ മറ്റേ സിംഹമായിട്ടാണ്. ഞാനാണെങ്കിൽ ആട്ടിൻകുട്ടിയെ കടിക്കുമെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അനുവാണല്ലോ ആട്ടിൻകുട്ടി. പിന്നെ വരുന്നത് നെവിനാണ്, കുരങ്ങച്ചനായിട്ടാണ്. നെവിൻ എന്നിട്ട് സൈക്കിളിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് തലയിൽ ആപ്പിളൊക്കെ ഇത് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നു. ലാസ്റ്റ് വരുന്നത് റെന ആനക്കുട്ടിയാണ്. ആനക്കുട്ടിയായിട്ട് ഇടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇതൊക്കെ രസിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിപ്പ് കൊടുക്കാം. അതിനകത്ത് അഭിലാഷ് മാത്രം ടിപ്പ് കൊടുത്തിട്ടുള്ളൂ, ആര്യന് ടിപ്പ് കൊടുത്തെന്ന് തോന്നുന്നു. പിന്നെ
ലാസ്റ്റിൽ പിന്നെ രാത്രിയിൽ 1 മണിക്കോ മറ്റുമാണ് ഇത് അനുവും ജിഷിനും അനു കംപ്ലയിൻറ്റ് പറയുന്നത് വാഷ്റൂമിൻ്റെ അവിടെ നിന്ന് കുളിക്കാൻ വെയിറ്റ് ചെയ്തു. അന്നേരം വേറെ ആൾ കയറി. അപ്പം നൂറെ അവിടെ ഇരിപ്പുണ്ട്. ആദിലെ കയറിയത്. അപ്പം അതിൽ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അനുമോൾ നിനക്ക് എന്താ അനുമോൾ പറഞ്ഞാൽ എത്രയും നേരം എന്താ കുളിക്കാൻ വന്നപ്പോൾ അപ്പം അവള് അപ്പോൾ വാതിൽ ചോദിക്കുന്നത് നിനക്ക് കുറച്ച് മുന്നേ കുളിച്ചുകൂടായിരുന്നോ, ഇപ്പോൾ അല്ലെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ നൂറയാണെന്നുണ്ടെങ്കിൽ ആദിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിരിച്ചോണ്ടാണ് പറയുന്നത്, പക്ഷേ അത്യാവശ്യം കുളിച്ച് തന്നെയാണ് പറയുന്നത്. ഇരുവിന് ആദിലെ ഒരു സമാധാനത്തിന് ഇതിൽ അല്ലിനോട് സംസാരിച്ച ലാസ്റ്റിൽ. അപ്പം എന്താ നീ പോയി കുളിച്ചോ പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്. അപ്പം അനുമോൾ മറ്റേ കരച്ചിൽ നമ്പർ ഇട്ട് എന്നെ വിശ്വസിക്കുന്ന കുറച്ച് പേരവിടെ പുറത്തുണ്ട്, നീ എന്നെ കള്ളി എന്ന് വിളിച്ചില്ലേ ഏതാ മറ്റേ ഇതിൻ്റെ കാര്യം പറയും. അപ്പോൾ അതിൽ വയ്ക്കുന്നത് നീ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാണ് പുറത്തെ കാര്യം പറയുന്നത്. അപ്പോൾ അവിടെ പുള്ളിക്കാരിക്ക് അത് ഇപ്പോൾ പ്രവീണൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ സമാധാനിപ്പിച്ച് കുളിക്കാനൊക്കെ വിടുന്നതാണ് ലാസ്റ്റ് കാണിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു എപ്പിസോഡ് റിവ്യൂ. കൊള്ളായിരുന്നു ചോദിച്ചാൽ കൊള്ളാം. വലിയൊരു ഭംഗിയുള്ളൊരു ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, പക്ഷേ അത്യാവശ്യം എല്ലാവരും കളിച്ചിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.